സ്വാഗതം. ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞ ടൂർ ഉണ്ടായിരുന്നു. കുഞ്ഞെന്ന് പറയാൻ പറ്റൂല, ഒരു വലിയ ടൂറായിരുന്നു. വലിയ ടൂറിന് ഞാൻ എല്ലാരും പോയി. നിങ്ങളായിരുന്നു ഞാനും പോയത്. ഞാൻ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ എന്തോ ഒരു പാർക്കാണ്. ഞാൻ 100,000 വട്ടം പോയി. എൻ്റെ അടുത്താ പറയാനും പറ്റേ അതൊക്കെ ചീള് കേസ്. പക്ഷെ നമ്മളങ്ങനെ പോവാത്ത കേസായിരുന്നെങ്കിൽ പോനെ. അതങ്ങ് വിടും. നമ്മൾ പോവും. പപ്പയും മമ്മയും മോനെ പോണ്ട് നമ്മള് രാത്രി പയ്യെ പതിഞ്ഞ് പോവും. അത്രേ ഉള്ളൂ. അതൊക്കെ ഈസിയാണ്. പിന്നെ എല്ലാരും ഇത് ഭാഷയൊക്കെ പോയപ്പോഴേക്കും എനിക്ക് വലിയ സങ്കടമൊന്നും വന്നില്ല. കാരണം നമ്മൾ എപ്പോഴും പോവാറുള്ളേ. 2 ഗിഫ്റ്റും കിട്ടിയതാണ്. പിന്നെന്തിനാ പോകുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ സങ്കടമൊന്നും വരാൻ പോകുന്നില്ല. ശനിയും ഞായറും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും കേട്ടോ. നല്ല ചുമ്മാ കൊടുക്കത്തില്ല. അവിടെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ജയിക്കുവാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കും. ഞാനും അങ്ങനെ ജയിച്ചിട്ടാണ് എനിക്കൊരു 2 ബോട്ട്സ് കിട്ടിയത്. എനിക്ക് നല്ല സന്തോഷമായി. ഓറഞ്ചും പിന്നെ ഗ്രീനും ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ബോട്ട്സ് ആണ്. നിങ്ങളെല്ലാവരും ഹാങ് ഔട്ടിലൊക്കെ പോയി ഒന്ന് കളിച്ചിട്ട്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഞാൻ അവിടെ കയറാത്തൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ. സ്വിമ്മിംഗ് പൂളാണ്. ആ സ്വിമ്മിംഗ് പൂൾ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ അങ്ങനെ കയറാനൊന്നുമില്ല. ഇനിയും ഒരു 2-ലൊക്കെ ആകുമ്പോൾ കയറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിരവധമായൊരു ആലോചന. കയറണം, അല്ലെങ്കിൽ കയറ്റിപ്പിക്കും. എന്നെക്കൊണ്ട് തന്നെ കയറ്റിപ്പിക്കും. അങ്ങനെ ഒരു ഇതിൻ്റെ ഇരുത്തിരിക്കുകയാണ് ഞാൻ. അപ്പം പിന്നെ ആണെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കരുതും ഞാൻ ചുമ്മാ ഇപ്പം അങ്ങനെ ഒന്നും കരഞ്ഞില്ലെന്ന് പറയുകയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞൊന്നും ഇല്ല. നിങ്ങൾ പറയുമ്പോൾ ഞാൻ കരഞ്ഞെന്ന്, പക്ഷെ കരഞ്ഞിട്ടേ ഇല്ല. ഞാൻ എൻ്റെ പപ്പയുടെ മമ്മയുടെ അടുത്തൊന്നും വന്ന് ചോദിച്ചു നോക്കൂ കരഞ്ഞു. ഞാൻ ഒന്നും കരഞ്ഞില്ല. എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞു വിഷമം ഉണ്ടായിരുന്നേ ഉള്ളൂ. ഞാൻ പോയില്ലല്ലോ. അല്ല, പോവാത്ത കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനങ്ങ് വിച്ചടിച്ചു അങ്ങ് പോയി റോക്കറ്റ് പോകുന്ന പോലെ. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യങ്ങൾ. ഒരു ചെത്തിയിട്ടൊന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ ചെന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു. എൽഗാ ജോൽ, അവർ 2 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എടി ഞങ്ങൾ പോകുന്നില്ലടി, അതുകൊണ്ട് നീ പോകുന്നുണ്ടോടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളില്ലെങ്കിൽ ഞാനുമില്ല. എനിക്ക് മൂക്കിലെ ഗ്ലാൻഡ് അടഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ പോകുന്നേ ഇല്ല. അപ്പം അത് മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും കെയർ ചെയ്യുന്ന പോലെ അവരും അങ്ങനെ ഇത് വരത്തില്ല. ഉച്ചക്കൊക്കെ ആകുമ്പോഴേക്കും മോനെ ഐസ്ക്രീം കഴിച്ചോടാ, അത് കഴിച്ചോടാ, ഇത് കഴിച്ചോടാ എന്നൊക്കെ മിസ്സുമാർ പറയത്തില്ലേ. അവർക്ക് അവിടെ അസുഖമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും അങ്ങ് ഒന്ന് മൈൻഡ് ചെയ്യണം. അമ്മമാരും അച്ഛന്മാരും പറയാത്തതൊന്നും കയറ്റി അങ്ങ് കഴിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ പപ്പയും മമ്മയും എന്നെ ഒന്നും വിട്ടൊന്നുമില്ല. എന്നാലും എനിക്ക് സങ്കടമൊന്നും വന്നില്ല കേട്ടോ. എന്തോ സങ്കടപ്പെടാൻ, ഇത് കുഞ്ഞ് സാധനത്തിലാണ്. നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മൾ പവർ വേണം. 5-6 മണിക്കൂർ കരഞ്ഞു എൻ്റെ കാര്യം കരഞ്ഞ കാര്യം ആരുടെ അടുത്തും പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഈ ഞാൻ UKG ഞാൻ പ്ലേ സ്കൂളില് ഞാൻ ജനിച്ച വീടപ്പ തൊട്ടൊന്നും കഴിഞ്ഞിട്ട്. കാരണം ജനിച്ച് വീടുമ്പോ പിള്ളേരൊക്കെ പാശ് പിടിക്കാൻ വേണ്ടൊക്കെ കളയത്തില്ലേ. ഞാൻ അതുപോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പൊന്നെ, ഞാൻ 100,000 വട്ടം കഴിഞ്ഞ കാര്യം ഇവിടെ അടുത്തറിയണം. ഞാനങ്ങനൊന്നും കഴിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. നിങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷെ ഞാൻ കൊഴഞ്ഞിട്ട് പോലില്ല. ഇനി എങ്ങാനും വലുതായാലും ഞാൻ കാര്യത്തില്ല. കാരണം ഞാൻ ഭയങ്കര ഒരു ശക്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കരച്ചിലൊന്നും വരാൻ പോകുന്നില്ല. എല്ലാവരും പോയി. ഞാൻ പോവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഉണ്ട്. അതിന് പൈസ കൊടുത്ത പിള്ളേർക്ക് മാത്രമേ അതൊക്കെ പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, പോകുന്നില്ലെങ്കിൽ പോകാൻ വേണ്ട, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഞാൻ പോവില്ലല്ലോ, ഇങ്ങനൊന്നും കരയൊന്നും പോയില്ല. എനിക്കങ്ങനെ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് സ്കൂളുള്ള ദിവസം ഞങ്ങൾക്കൊരു ലീവ് ചെയ്യണം. ആഹാ, സുന്ദരം. പക്ഷെ ടൈം ഒക്കെ പോകുന്ന മുമ്പേ ഉണ്ടല്ലോ 8 ആയിരുന്നു. അതുകൊണ്ട് 5 മിനിറ്റ് ആയപ്പോഴേക്കും 11 അതുകൊണ്ടേ 11 ആയപ്പോഴേക്കും തോണ്ടടാ കിടക്കുന്നു. ഇപ്പൊ 5. ടൈമൊക്കെ പോകുന്നൊരു പോക്കേ. അത് കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ കാലേ നല്ല നേരത്തെ അല്ലായിരുന്നോ ഓണോ വിഷു എങ്ങാണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഇപ്പൊ പുതിയ വർഷം തുടങ്ങി. എങ്ങനെയാണ്? അപ്പൊ കുഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇതൊക്കെ കുഞ്ഞതാണല്ലോ അല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ.